എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് 2 ചേരുവകളാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടെടുത്താൽ മതി. ബാക്കി ചേരുവകൾ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1 കപ്പ് വറുത്ത അരിപ്പൊടി നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട രണ്ടാമത്തെ ചേരുവ കടലമാവാണ് കേട്ടോ. കടലമാവ് നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് കടലമാവ് നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. 1/4 കപ്പ് അളവിൽ കടലമാവും കൂടെ നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 നുള്ളു ബേക്കിംഗ് സോഡയും കൂടെയാണ്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. പൊടികളെല്ലാം നല്ല പോലെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ടോട്ടൽ 1/4 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കടലമാവും. അപ്പോൾ ഈ 1/4 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കറക്റ്റ് 1 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി ഇളന്നെടുത്ത 1 കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കുഴച്ചിട്ടെടുക്കാം. പൊടിയെല്ലാം നല്ല പോലെ ഒന്ന് നനയുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇതിലൊന്ന് വാട്ടിക്കുഴച്ചിട്ടെടുക്കുക. തീയെ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. ഇപ്പോൾ പൊടി ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് വാട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടാണെങ്കിൽ കുറച്ചൊന്ന് ചൂട് കുറയുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കാനുള്ള ഒരു ചൂടേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് ഓയിലാക്കിയതിന് ശേഷം നല്ല പോലെ തന്നെ നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. എത്രത്തോളം നമ്മൾ ഈ മാവ് നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടും. അപ്പോൾ നല്ല മയത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല മയത്തിൽ തന്നെ ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് പകുതി മാവ് ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിന് നമ്മളൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കണം, അതങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി ഇതുപോലെ നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവിൽ നന്നായിട്ട് തന്നെ അരിപ്പൊടി ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാട് അങ്ങനെ ഐസായിട്ടല്ല പരത്തേണ്ടത്, ചെറിയൊരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അങ്ങ് റൗണ്ടാക്കി ഒന്ന് പരത്തി എടുക്കണമെന്നില്ല, നമുക്കിത് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഈ ഒരു സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാനിതൊന്ന് പരത്തി എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഈ ഒരു വലുപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇതുപോലെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയതാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ നമുക്കൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മാവെല്ലാം തന്നെ പരത്തി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്കല്ല നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതിലൊന്ന് പൊങ്ങി കിട്ടും. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടുന്നതിന് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കളറൊന്നും മാറിപ്പോവണ്ട. ചെറിയൊരു കളർ മാറ്റം വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടും. ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരെണ്ണം എടുത്തിട്ടൊന്ന് നോക്കുക, നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് നമുക്കതങ്ങ് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ നമുക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്നാക്സ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്നാക്സിലെല്ലാം തന്നെ ആ ഒരു പൊടികളാകുന്ന രീതിയിൽ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് പോകാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒന്നും ആകുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അരിപ്പൊടിയും കടലമാവും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമ്മളിത് പരത്തിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചാലും നമ്മളിത് വലുതായിട്ട് പരത്തിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കല്ലേ, അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.